കണ്ണും കാണുന്നില്ല. പീക്കളേറ്റുണ്ടോന്നാവോ. നല്ല കണ്ടിട്ടൊന്നുമില്ല പീക്കളെ. ഈ സാവാനല്ലേടെ ഈ മയിൽ വള്ളത്തിൽ കിടക്കേണ്ടത്? ആ മൂടിയ ചീനല്ല, പിന്നെ ആരാ തുറന്നു വെച്ചപ്പോ അത് സാവാനെന്ന് ഇറക്കടക്ക് ഇങ്ങനെ വിളിച്ചറിയും. സാവ ഉണ്ടാവൂല. എനിക്ക് പണി ആ നിങ്ങള് പോയ പോക്കില് അതേമാതിരി ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഉറക്കീരേ. സുക്കൂറുണ്ടോ അവിടെ? സുക്കൂറിനെ ചോദിച്ചു വന്ന പാടത്താപ്പോ ഓൻ അതാടെ ടി വി കാണുന്നു. എവിടുന്നാ എനിക്ക് ചേരിക്കൻ്റെ കിട്ടിയപ്പോ കൊറേ ഒന്ന് കിട്ടിക്കണല്ലോ. ഞാൻ അബ്ബാസിന്റെ അടുത്തേക്ക് ഇന്നലെ പോയില്ലേ. വൈകുന്നേരം പോയിന്നല്ലോ. ഞാൻ ആ പെണ്ണും കൂടി പോയിക്കാണ്ട് ആ നുള്ളി കൊടുന്നതാ. ഉച്ചക്ക് വന്ന് ഉണ്ടാക്കല്ലേ? അല്ലാണ് കുട്ടികൾക്കൊക്കെ പറ്റും, നിങ്ങൾക്കും പറ്റും, നിങ്ങൾക്കും തീർപ്പതിയാണ്. അത് ഞാൻ നോക്കണുണ്ട്. ഈക്കളൊന്നും കണ്ടിട്ടൊന്നുമില്ല. വെച്ച് കണ്ണാണായിട്ട് എത്താന്നാവോ. കണ്ണ് കാണുന്നൊന്നുമില്ല. കണ്ണിനൊക്കെ കാഴ്ചക്കുറവൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു കണ്ണാടൊക്കെ വെക്കണ്ടേ വരും. ഇപ്പൊ കണ്ണാട സുക്കൂർ ജൂണി പോയിക്കാണ്ട് ഇന്നാളെ കാട്ടി ആ ഡാക്ടറെ ഒന്ന് കോട്ടയൊക്കെ കൊണ്ടുപോയി ഒന്ന് കാട്ടിക്കാളെ. കാട്ടണ ചെറിയ കാണൂല്ല. മുസാബോധങ്ങളേലും വെക്കാലോ. വലിയ അക്ഷരായതുകൊണ്ട് കാണും. സാഹിത്യത്ത് ചെറിയതൊന്നും കാണൂല. ആ മെയ്തീന്റെ പിലാവ് ഇന്നലെ ആ മൈ കാറ്റായപ്പോളേ പൊട്ടി ചാടിക്കും. അപ്പൊ ഞമ്മളടുത്ത പൊടുണ്ണിയും ചാടിക്കണോ? പൊടണ്ണി ചാടിക്കണോ? ഞാൻ പോയി നോക്കിയിട്ടില്ല. പൊടണ്ണി ചാടിയിൽ സാധനം ഇപ്പൊ ഒരു കഥ ഉണ്ട്. പൊടുണ്ണി ചാടിയിലാണ് ഇപ്പൊ കഥ. എനിക്കത് അറിയട്ടെ നബീസു, എനിക്കറിയാ കഥ. പൊടണ്ണി ഇന്നലെ നിന്നത് എങ്ങനെയായിരുന്നു? നല്ല ചൊർക്കില് അങ്ങനെ നല്ല ഉസാറില് ചൊർക്കില് നിന്നു. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ. അഹങ്കാരം നമ്മൾ ആരും കാട്ടരുത്. ഒക്കെ നല്ല ചൊർക്കില് നല്ല ആരോഗ്യത്തോടു കൂടി നടക്കുമ്പോൾ ഇന്റെ മാതിരി വലിയൊരു മനസ്സല്ല, ഇന്റെ മാതിരി കായുള്ളവനില്ല എന്നൊക്കെ ഒരു വർത്താനാണ്. ഒന്ന് കണ്ണിമ്പി നീച്ചപ്പോത്തിന് ആ പൊടണ്ണി അടി പഞ്ഞു വീണീല. അത് കണ്ടീല? അതേമാതിരിയാണ് മനുഷ്യന്മാരുടെ കഥ. അതിലൊരു പാടല്ലേ? ആ ഒരു അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് അഹങ്കാരം കാട്ടിയൊന്നും നടക്കണ്ട. നമ്മളായിട്ട് ഇങ്ങനെ ഒരു പഠിച്ചവാനുണ്ട് എന്നുള്ള വിചാരിച്ച് നടന്നാൽ അത് എന്നും ഉണ്ടാവും. അത് മനസ്സിലാക്കിക്കൊണ്ട് കേട്ടോ. ആ പറഞ്ഞപ്പോഴാണ് ഞാനോടെ നമ്മളെച്ചോടക്കപ്പം ഞൗത്തക്ക് ആടാക്കേ ആ ഇല മുഴുവൻ കൊണ്ടുവരാലോ. നീതിനെപ്പം അങ്ങാടിന്ന് കണ്ടപ്പോ ഞാൻ വേണം പോന്നു. പിന്നെ പോകാൻ പറഞ്ഞപ്പോ ഞാൻ ആരെങ്കിലും അത് വെട്ടിക്കൊണ്ടുപോകും. എന്നോട് മീരാന എന്റെ പൊടണ്ണി എന്നാ പിന്നെയും പറയണ്ടേ. എന്റെ പിലാവ് പൊട്ടി ചാടിക്കൊണ്ട് പെരമ കൂടി വീണിട്ടില്ല. വലിയ ഭാഗ്യമുണ്ട്. അപ്പൊ ഇജ്ജ് എന്റെ അടുത്ത് നല്ല കാറ്റും മഴ. നമ്മള് ഈ വെള്ളം പറ്റിച്ചിൽ കിടന്നുറങ്ങല്ലേ. നമ്മളെ ഒച്ചപ്പാടൊന്നും കേട്ടില്ല. നമ്മളാ പണ്ടത്തെ നാടൻപേരൊക്കെ ആണെങ്കിലാണ് ആ ചീത്തല അടിച്ചാലും നമുക്ക് തോന്നുള്ളൂ. ഇതൊന്നും തോന്നില്ലല്ലോ. അപ്പൊ ആ പറഞ്ഞു ബീരാൻ അവിടെ പൊട്ടി ചാടിക്കണു. എനിക്ക് ആടുകളില്ല. എന്റെ ചെക്കനോട് വന്നിക്കാണ്ട് ആ കൊട്ടവണ്ടിയിൽ ഇട്ടുകാണ്ട് കുറച്ച് ഇല കൊണ്ടുവരാൻ പറഞ്ഞു. ഓനെ പറഞ്ഞിട്ട് കണ്ട ഇല കൊണ്ടുവരാൻ പറഞ്ഞു. ആരെങ്കിലും പൊട്ടിച്ച് കൊണ്ടുപോകും. പിന്നെ ആടൊക്കെ ഒന്നും തിന്നാണ്ടാവൂല. ഓനെ കണ്ടപ്പോ ഞാൻ ഓന്റെ വർത്താനം കേട്ടിക്കാണ്ട് പോകുന്നു. പിന്നെ ഇനി കുറച്ചേരം നിൽക്കുമ്പോത്തിന് ആരെങ്കിലും വരും. അത് പറഞ്ഞപ്പോഴാണ് എന്നോട് പറയണ്ടേ. മെഹീനെ ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ? പെരുന്നാൾ കഴിഞ്ഞു. ഇനിയിപ്പോ അജ്ജുമാസാ വരേണ്ടത്. മെഹീന് അജ്ജിനും കൊണ്ടുപോകുന്നുങ്ങളാ ആഴ്ചയും പോകുന്നുണ്ട്. ഒരു രണ്ടാളും കൂടിയാ പോകേണ്ടത്. പൈസ ഒക്കെ കൊടുത്തൊക്കെ ശരിയായിക്കണൂന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ശരിയായിട്ട് പറയാച്ചിട്ടേന്നു. ഏകദേശം ശരിയായിക്കണു. ഇക്കൊല്ലം പോണം എന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോ ഇച്ചൊരു പൂതി നബീസ്. നമുക്ക് ഉണ്ടാക്കുന്ന പോയാലും നമുക്കും പോണം. പോവാൻ പൂതി തന്നെയല്ലേ ഇപ്പൊ. പോവല്ലേ? പോവുക. അതിന് അടച്ചില് നമുക്കും പോവന്ന നമുക്കും പോവുക. എന്നാലേ പിന്നെ ഞാനൊന്ന് എന്റെ ഏട്ടത്തിക്കോ ആങ്ങൾക്കോ ഒന്ന് വിളിച്ചാട്ടെ. പോണ്ട് പറയാന് അപ്പോ എനിക്ക് ഇത് നബീസോ ഉംറക്കും അജ്ജിനൊക്കെ പോവാന്ന് പറഞ്ഞ ഒരു ഇബാദത്ത് ചെല്ലാൻ പോവാണ്. ഇബാദത്ത് തന്നെയാണ്. അല്ലാതെ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി പോവല്ല. പറട്ടെ. ഇത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മളൊന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഇതാണ് നിങ്ങളെ പെണ്ണുങ്ങളൊക്കെ അത് ഫോൺ നിർത്താ സാനിപ്പ പറഞ്ഞാട്ടെ. സാനിപ്പ ഫോൺ എടുക്കായിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളെ പെണ്ണുങ്ങളെ ഒരു സ്വഭാവമാണിത്. അജ്ജിനോ ഉംറക്കാണ് പോവാ. 4 ആളാണ്ട് അറിയിച്ചിക്കാണ്ട് ഞാനടി പോവാണ്, ഞാൻ അജ്ജിന് പോവാണ്, ഞാൻ ഉംറക്ക് പോവാണ്. എന്നിട്ട് അത് 4 ആളെ കുട്ടിപ്പാടിൻ്റെ അറിയിച്ചിക്കാണ്ട് പൊന്നാൻ നബീസ് നല്ല രീതിയിൽ പോകണം. അല്ലാതെ നാട്ടുകാരെ അറിയിച്ച് ഇതൊരു പൊങ്ങച്ച കാട്ടാനുള്ള പരിപാടിയല്ല. അത് ഇതിപ്പോ ഫോണടെ വെക്കേ. ഇതിപ്പോ വിളിച്ചണ്ട കൊടുത്താ എൻ്റെ ഒരു ഫോൺ. അപ്പോ തന്നെ വിളിച്ചായിട്ട് നമ്മളെ പാസ്പോർട്ടേ
നമ്മള് പുതുക്കിക്കോണം എന്താ അത് നമ്മൾ നാളെ അബ്ബാസ് കഴിഞ്ഞ കുറി വന്നപ്പോഴല്ല പുതുക്കിയത് പുതുക്കന്നല്ലേ നമ്മൾ അത് ചെയ്തത് അന്ന് മലപ്പുറത്ത് നമ്മളാ കുന്നമ്മല് മലപ്പുറത്ത് ഓഫീസില് ഓഫീസ് പോയി ഇനി പണ്ട് നോക്കട്ടെ ആയിട്ടില്ലല്ലോ ഡേറ്റ് ആയില്ല കൊണ്ടേ സാനിപ്പാ എന്റെ പാസ്പോർട്ട് എവിടെയാണ് എന്റെ പെട്ടിയിലുണ്ട് എന്നുവെച്ചാൽ അതൊന്നും എടുത്തോണ്ടിരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റെ ചാവിയൊക്കെ ഞാൻ രണ്ടൊപ്പം ചെയ്താണല്ലേ ഈ പപ്പാന്റെ പെട്ടി തുറന്ന് കാണ്ടേ പപ്പാന്റെ ഒരു പാസ്പോർട്ട് ഉണ്ട് എനിക്കറിയില്ല പാസ്പോർട്ട് അതൊന്ന് എടുത്തു കൊടുത്താ അത് നോക്കാം എന്നാലും നമുക്കത് കൊടുക്കാനേ മെയ്തിനോട് ചോദിച്ചാണേ നമുക്കൊന്ന് പോവാ കൊറേ കാലായില്ല ഇപ്പൊ നമ്മളൊരു ഏതായാലും ഇപ്പൊ ഇത് ഒന്നും ആവൂല ഇങ്ങനെ നമ്മള് പഠിച്ചോ നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം തരുന്നുണ്ടെങ്കിൽ ഇപ്പൊ അതുകൊണ്ട് ആയിക്കോട്ടെ ഒരു അജ്ജും ഉംറയൊക്കെ നമ്മളെ പണ്ട പോയത് എനിക്ക് ഓർമ്മയില്ലേ അന്ന് അങ്ങനെയാണ് പോയി ഇനിയിപ്പോ ഒരു അജ്ജും കൂടി ചെയ്താലേ പാസ്പോർട്ട് പണ്ട് ഉംറക്ക് പോയെന്ന് എടുത്തിട്ട് പിന്നെ പുതുക്കാടുത്തതാണ് പിന്നെ അത് എടുത്തിട്ട് തന്നെയല്ല ഇപ്പൊ ചെറിയ ഫോട്ടാണ് ഇത് കണ്ടേക്കണോ ചെറിയ കുട്ടിയായിരുന്നു അന്നത്താണ് ഇത് പഴയ പാസ്പോർട്ടാണ് പുതിയതാണ് ഇപ്പൊ എടുക്കാത്തത് ഇത് പഴയതാണ് പുതുക്കിയത് എടുത്തിട്ടില്ല അത് പുതുക്കിയത് തന്നെ അല്ലേ അല്ലേ പുതിയത് ഫോട്ടോ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ് ഇത് പഴയതാണ് മറ്റേ പുതിയ ഫോട്ടോ ചെയ്യുന്നു അത് കുഴപ്പമില്ല നമ്മള് ഏതായാലും പുതുക്കിയല്ലേ അപ്പൊ നമ്മക്കേ ഇത് കൊടുക്കുക ഇനിയിപ്പോ ഇത് പറഞ്ഞപ്പോഴാണ് ഓനിപ്പോ വേറൊരു വർത്താനം പറഞ്ഞത് എന്റെ ഫോണൊന്നും എടുത്താ ഇതിനൊക്കെ ഹജ്ജ് കമ്മിറ്റിന്റെ പുതിയ ആളായിട്ട് ഏതാ ഒരു അബ്ദുള്ള കുട്ടി ഉണ്ടോലപ്പോ ചെയർമാനാണോലോ നമ്മളെ ഈ ഹജ്ജിന്റെ കമ്മിറ്റിന്റെ ചെയർമാൻ പൊട്ടനാണോ ഓനൊരു അലക്കി അറിയില്ല ഓന്റെ നമ്പർ എന്നാ കൂടെ വെയിറ്റില് ഓന് വിളിച്ചാ നീ എന്തെങ്കിലും കമ്മി ഉണ്ടോ നോക്കട്ടെ സാനിപ്പാ ഈ നമ്പർ ഒന്ന് ഇപ്പാക്കൊന്ന് വായിച്ചടിക്കാം കണ്ണുകൊണ്ട് ശരിക്കും കാണുന്നില്ല ഓ എഴുതി തന്ന ഹലോ അസ്സലാമു അലൈക്കും അതുള്ള കുട്ടിയല്ലേ ഞാൻ മലപ്പുറത്ത് നിന്നാണ് എൻ്റെ പേര് ബീരാനി എന്നാണ് എന്നെ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വരവുണ്ട് എൻ്റെ പെണ്ണുങ്ങളും ഉണ്ടാവില്ല നബീസുമാണ് പേര് ഞാനേ കൊല്ലം ഹജ്ജിന് പോകണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ എൻ്റെ നമ്പർ വേറെ ആൾ തന്നേന്നു തിരക്കിലൊന്നും അല്ലല്ലോ വേറെ ആൾ തന്നേന്നു അപ്പോൾ ഹജ്ജിന് പോകേണ്ട കാര്യം ഇനിയിപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്തു തരും എന്ന് ഇജ്ജ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഇജ്ജിപ്പോൾ ദുബായിക്ക് മാറ്റിക്കണു ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കേട്ടു ദുബായിലാണെങ്കിൽ എൻ്റെ വലിയ അപ്പോൾ ദുബായിലാണ് എന്നാൽ പോകാൻ്റെ അടുത്ത് പോയി കണ്ട് അവിടെ നിന്നാണ് ചെയ്താൽ മതി ഇപ്പതേ വല്ലാത്തൊരു അമുക്കാണ് ഇജ്ജ് ഇത്ര കാലമായിട്ട് ഇജ്ജ് അന്ന് ആ ഓത്തുപള്ളിയിലൊന്നും പോയിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്ത് മക്ക എവിടെ മദീന എവിടെ എന്നാൽ അന്ന് അവിടെ പഠിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അന്നും പോയിട്ടില്ലെങ്കിലും എനിക്ക് ഇജ്ജിപ്പോൾ എൻ്റെ പേരക്കുട്ടികളാരെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്രസിൻ്റെ മുന്നിൽ കൂടി ഒന്ന് പോയാലും അറിയും നബിയുടെ ജനനം മക്കത്ത് മരണപ്പെട്ടു മദീനത്ത് എന്നൊക്കെ പാട്ടൊക്കെ കുട്ടികൾ പാടുന്നതാണ് അപ്പോഴേലും ഒന്നും അറിയാം എനിക്ക് അതും കൂടി എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഇജ്ജിപ്പോൾ ഈ പോക്ക് പോയാൽ ഞങ്ങളെ മലപ്പുറത്ത് കോട്ടക്കുന്നുമ്പക്കും കൊണ്ടുവരില്ല അജ്ജി ഇത്ര ആയിട്ട് എനിക്കൊരു വിവരം വെച്ചിട്ടില്ലല്ലോ എനിക്ക് അതുള്ള കുട്ടീന്ന് പേരിട്ടവനെ പിടിച്ചിട്ട് ഓട്ടണം എൻ്റെ അടുത്ത് പേച്ചതാണെന്നോ പൊന്നാര മനസ്സാജ് ഒരു മുസൽമാനല്ലേ എൻ്റെ അടുത്ത് എങ്ങനെ വാക്ക് പേക്കാൻ പാടുണ്ടോ മക്കി മദീന നിൽക്കേണ്ട സ്ഥലം അറിയാത്ത മുസൽമാനി പെടുവോ ആയിക്കോട്ടെ പൊന്നാരൻ്റെ നെയ്സോ ഓന് വല്ലാത്തൊരു പൊട്ടനാണ് ദുബായിലാണോ ഹജ്ജ് ഓനിപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ആട്ടിനോണെ പിടിച്ച് നെജാനാക്കാറിനട്ടെങ്കിൽ ജഡ്ജി ഇവന് ഒരു വൽക്കി അറിയാത്തതാണ് ഈ ഹജ്ജ് കമ്മിറ്റിന്റെ മുന്നിൽ കൊണ്ടിട്ടിട്ട് എത്ര കാര്യമുള്ളത് ഓൻ നാളെ നമ്മളെ കോട്ടക്കുന്നുമലാക്കും നമുക്ക് കണ്ടാക്കും പോവാനും സുഖമാണ് ഇവിടെ പോയാലാവും ബേക്കാലിന്റെ ബസ്സിന് പോയാൽ മതിയല്ലോ കോട്ടക്കുന്നുമ്മ പൈസക്കും മുടക്കില്ല ഇജാതി ആൾക്കാരെ ഹജ്ജ് കമ്മിറ്റിയിലാക്കി അങ്ങനെ തന്നെ ഓനൊന്ന് മദ്രസ് പോയാൽ അറിയില്ല ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോ ഓന്റെ
പ്രായത്തിൽ ഓത്തള്ളി ഉണ്ടാവും. നമ്മളൊക്കെ ഓത്തള്ളി പഠിച്ചില്ലേ? ഇന്നിപ്പോൾ നമ്മളെ പേരക്കുട്ടികളെ പഠിച്ചിട്ട് മദ്രസിൻ്റെ മുന്നിൽ കൂടി പോയാൽ അറിയും എവിടെയാണ് മക്ക, എവിടെയാണ് മദീനാണ്. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരല്ലേ. ഓനൊക്കെ എവിടുന്ന് ആര് പിടിച്ചാക്കിന്നാണ്. എന്നിട്ട് ഓൻ നമ്മളെ പ്രധാനമന്ത്രിക്ക് വിളിച്ച് പറഞ്ഞിക്കാണ്ട്, ഓൻ്റെ കഥ അതാണ്, പ്രധാനമന്ത്രിക്ക് വിളിച്ച് പറഞ്ഞിക്കാണ്ട് പ്രധാനമന്ത്രി ഓനും കൂടി ദുബായിത്തെ രാജാവിന് വിളിച്ചോലോ, ഇക്കുറി ഒരു 10,000 ആളും കൂടി ഹജ്ജിന് ഇന്ത്യയിൽ നിന്ന് കൂടുതലുണ്ടാവും എന്ന് പറഞ്ഞിക്കാണ്ട് ദുബായിത്തെ രാജാവിന്, സൗദിത്തെ രാജാവിന് വിളിച്ചുകാണ്ട് പറഞ്ഞാൽ ഞമ്മക്കൊക്കെ വിശ്വസിച്ചിരുന്നു. ഒരു ഫോട്ടോ എന്തെങ്കിലുമൊക്കെ സ്റ്റേജുമ്പോൾ കയറി വിളിച്ചാലും ഈ നാട്ടുകാർ ഇത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഫോണും ക്യാമറയൊക്കെ ഉള്ള കാലല്ല, ഇത് ഷൂട്ട് ചെയ്തിക്കാണ്ട് എല്ലാവർക്കും കാട്ടി കൊടുക്കണം. ഇപ്പൊ അത് ബസളാവാനും ഒരിക്കലും പോകണോ? ഇതൊക്കെ പറയണ്ട. കൊരങ്ങന്റെ അടുത്ത് പൂമാല കിട്ടിയ മാതിരിയാണ് പോന്റെ അവസ്ഥ. ഇതെത്താ കാട്ടണ്ട്, ഇതൊക്കെ പടച്ച് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചോന് കുറേ കാലം കഴിഞ്ഞു ഇങ്ങനൊക്കെ ഓരോ അതാബ് കാട്ടിത്തരുന്ന ആയി പെട്ടതാണ്.